الفردوس يطلع على أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. പരിശുദ്ധ ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് മുന്നിൽ നിന്ന് വന്നുപോയ മുഴുവൻ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അവന്റെ മഹ്ള് പൊതലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അവന്റെ പരിശുദ്ധമാകുന്ന സുഖലോക സ്വർഗത്തിൽ ഫിർദൗസിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനാകുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനാകുന്ന ഖാല ഔസ് ബിൻ ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി سمعت النبي صلى الله عليه وسلم يقول മഹാനാകുന്ന ഔസ് ബിൻ ഉമർ തങ്ങൾ പറയുന്നു سمعت النبي صلى الله عليه وسلم يقول നബിയായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിശ്ചയമായും ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തമായ ദിവസം അത് യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അങ്ങനെ വെള്ളിയാഴ്ചക്ക് ഇത്രമേൽ പവിത്രത വരാനുള്ള കാരണം? ഹബീബ് തങ്ങൾ തന്നെ പറയുന്നു, ഫീഹി ഖുലിഖ ആദം, ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പരിശുദ്ധമാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഫീഹി ഖുലിഖ ആദം, ആ ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹിനെ പിടിച്ചതും. അതേ ദിവസത്തിൽ തന്നെയാണ് നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ആരാകുന്ന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിൽ ഊതുന്ന ആ ഒരു ദിവസവും അതും വെള്ളിയാഴ്ച ദിവസമാണ്. ഇതേ ദിവസത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പവിത്രതയുള്ള, ഇത്രത്തോളം വലിയ ശ്രദ്ധതയുള്ള ഈ പുണ്യമായ ദിവസം, ഇങ്ങനെയുള്ള ഈ ദിവസത്തിൽ നിങ്ങൾ വലിയ സൽക്രമങ്ങൾ ചെയ്യണം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് സ്വഹാബത്തുൽ കിറാമിനോട് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹാബത്തെ, ഇത്രത്തോളം പവിത്രതയുള്ള, ഇത്രത്തോളം മഹത്വമുള്ള ഈ ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് തങ്ങൾ പറയുന്നു, ഈ പരിശുദ്ധ ദിവസത്തിൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്റെ മേൽ സ്വലാത്തുകളെ സമർപ്പിക്കേണ്ടുന്ന, അധികരിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കാരണം എന്താണ്? നിശ്ചയമായിട്ടും എന്റെ മേലുള്ള സ്വലാത്ത് അത് അത് ഇരട്ടിപ്പിക്കപ്പെടും. നിങ്ങൾ എന്റെ മേൽ ചെല്ലുന്ന ആ സ്വലാത്തിനെ ഇരട്ടിപ്പിക്കപ്പെടുമെന്ന് മുന്നേറ്റങ്ങൾ പറഞ്ഞപ്പോ നബിയോട് സഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എങ്ങനെയാണ് നബിയെ അങ്ങയുടെ മേൽ ആ സ്വലാത്തിനെ എങ്ങനെയാണ് ഇരട്ടിപ്പിക്കപ്പെടുക? ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാണ് അങ്ങയിലേക്ക് മടങ്ങപ്പെടുക, എങ്ങനെയാണ് അങ്ങയിലേക്ക് ഇരട്ടിക്കപ്പെടുക എന്ന് ചോദിച്ചപ്പോ ആരാകുന്ന മുത്തുനബിയോട് സഹാബത്തുൽ കിറാം ചോദിക്കുന്നതിന്റെ അർത്ഥം, നബിയെ അങ്ങ് വഫാത്തായി കിടക്കുമ്പോ അങ്ങ് മദീനയുടെ മസ്ജിദിൽ, അങ്ങ് മദീനയുടെ റൗള ശരീഫിൽ ആ പച്ച കുബ്ബക്ക് താഴെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ചെല്ലുന്ന സ്വലാത്ത് എങ്ങനെയാണ് അങ്ങയിലേക്ക് ലഭിക്കുക? അങ്ങ് മരണപ്പെട്ട് കിടക്കുകയല്ലേ, അങ്ങ് വഫാത്തിലായിക്കൊണ്ട്, അല്ലാഹുവിലായിക്കൊണ്ട് വഫാത്തിലായി കിടക്കുകയല്ലേ എന്നാണ് സ്വഹാബത്തിന്റെ ചോദ്യം. ആ സമയത്താണ് മുത്തനബിതങ്ങൾ പറയുന്നത്, വഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, നിശ്ചയമായും സ്വഹാബത്തെ, അംബിയാക്കളുടെ ശരീരം അത് ഭൂമിക്ക് നിഷിദ്ധമാണെന്ന് ഹബീബുനാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെല്ലുന്ന സ്വലാത്തും നിങ്ങളുടെ പേരും വിലാസവും അടങ്ങുന്ന രൂപത്തിൽ എന്നിലേക്ക് മലാകമാർ കൊണ്ടെത്തിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സ്വഹാബത്തെ, നിങ്ങൾ എന്റെ മേൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തുകളെ അധികരിപ്പിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമാകുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകളെ കൊണ്ടും സലാമുകളെ കൊണ്ടും വളരെ കൂടുതൽ അത് വർദ്ധിപ്പിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതുമൊക്കെ ഈ ഹദീസിന്റെ പരിശുദ്ധമാകുന്ന ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അവന്റെ മഹ്റൂഫ് കൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പ് നൽകി